ബിഷറോ സത്യം പറഞ്ഞല്ലോ ഇപ്പോഴാണ് എനിക്ക് ആ സംഗതി മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഈ വൈറ്റ് ഒരുപാട് വൈറ്റ് ഹൗസുകൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, വൈറ്റ് ഹൗസുകൾ ഒരുപാടുണ്ട് വിചാരിച്ചു. ഇത് മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അത് ഇതെന്താ പറയുക, പലയിടത്തും കാണാറുണ്ട്. ഞാൻ സംഗതിയിലേക്ക് വരാം. അതിൻ്റെ ഇടയിൽ പിന്നെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വയനാടൊക്കെ പോകുമ്പോൾ ഫാമിലിയാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എങ്ങനെയായാലും ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഈവനിങ്ങിലെ ഫുഡ് ഡിന്നറിനൊക്കെ കയറുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇതൊരു പരസ്യ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, ഒരു വലിയ സന്തോഷം ഒക്കെ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഒരാളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഓണർ സീദി ഹാജി, മകൻ ഫവാസ്, പിന്നെ ബിഷർ. ഞാനൊക്കെ ഇങ്ങനെ യാത്രക്കിടയിൽ ഇങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അനുഭവം ഉണ്ട്. എന്താ പറയുക, ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഒരുപാട് സ്പെഷ്യാലിറ്റി വർക്ക് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പരിചയപ്പെടുത്തണം. ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കി എന്താ പറയുക, പിന്നെ കബനി സോപ്പ് അങ്ങനെയൊക്കെയാണ് ബ്രാൻഡ്. അതല്ല മെയിൻ ബിസിനസ്. ഞാൻ മൈക്കും തരാം നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ. പ്രഷറിന്റെ ഒരു മോട്ടിവേഷൻ കൂടെ ഉണ്ട്. ടേസ്റ്റ് ഇതിൽ കിട്ടിയ സംഗതി നമ്മൾ മുതലാക്കണമല്ലോ. വേണ്ടേ, മകനുണ്ട്, വാസുണ്ട്. എന്താ വെച്ചാല് പിന്നെ നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ഇവിടെ കയറാന്ന് പറയും. ഇവിടെ ഇതേ പിന്നെ വൃത്തി, ഭക്ഷണം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആണ്. വൈറ്റിൽ കയറാത്തവർ ചുരുക്കമായിരിക്കും ഇതിൽ പാസ് ചെയ്യുന്നവര്. അപ്പോ നിങ്ങള് ശരിക്കും ഇതല്ലല്ലോ ബിസിനസ്. നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കി. എന്റെ മെയിൻ ബിസിനസ് സോപ്പ് കമ്പനിയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സോപ്പ് ഫീൽഡിലാണ് വന്നത്. ഇവിടെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അത് സത്യത്തിൽ അവിടെയും ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. ഈ പേര് തന്നെ അല്ലെങ്കിൽ ഈ തീമിൽ തന്നെ കാണാറുണ്ട്. ഒന്നും ഓണറുകളല്ല. ഞാൻ ഇതിന്റെ ഒറ്റ ഒരു ഇഷ്ടത്തിന്റെ മുകളിൽ ഇവിടെ എനിക്കൊരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇനിയിപ്പോ അറിയാത്തവരുണ്ടാവല്ലോ. ഈങ്ങാപ്പുഴയാണുള്ളത് അല്ലെ? ഈങ്ങാപ്പുഴയാണ്. ഒടുങ്ങാക്കാട് മക്കാമിന്റെ അടുത്ത് എനിക്കവിടെ ഒരേ ഏക്കർ 1.25 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറയുന്ന ഒരു ഫുഡിന്റെ ഭയങ്കര പ്രിയമുള്ള ആളാണ്. അങ്ങനെ എന്റെ ഒരു ഇഷ്ടത്തിന് തുടങ്ങിയ സംഭവം അത്. അപ്പൊ ഇത് തുടങ്ങി അൽഹംദുലില്ലാ റായത്ത് ഒരു മാസം കൊണ്ട് തന്നെ ഇത് പരിപൂർണമായ ഒരു വിജയത്തിലെത്തിയപ്പോ എന്നോട് പല ആൾക്കാരും എന്നോട് പല സ്ഥലത്തായിട്ട് ആവശ്യപ്പെട്ടു. എറണാകുളം മുതൽ പിന്നെ ടൗൺ, പിന്നെ കോഴിക്കോട്, ഞങ്ങളപ്പം നിന്നാ മതി. ഇതിന്റെ വേറൊരു ഇതിന്റെ ഇഷ്ടംമാര് നമുക്ക് തുറക്കാം. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞൊരു വർത്താനം വെച്ചാൽ, ഞാനൊരു ഭക്ഷണത്തിന്റെ മുകളിൽ ഞാൻ സ്വന്തം ഉണ്ടാക്കിയെടുത്ത കുറച്ച് റെസിപ്പികൾ, അത് ഞാൻ ഇത്രയും ഒരു കുട്ടികളെ നോക്കുന്നതിനെക്കാട്ടും ഓമനിച്ച് കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അതുപോലെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താവില്ല, എനിക്കത് പരിപൂർണമായിട്ട് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഹോട്ടലിനെ പറ്റി ചിന്തിക്കും. അതേ ഈ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ഇനി രണ്ടാമത് ഇനിയിപ്പോ മോനൊക്കെ പറയുന്നുണ്ട്, അത് എനിക്ക് അതിന്റെ ഒരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അറിയിക്കും. നല്ലതാണ് ഇപ്പൊ നിലവിൽ എനിക്ക് ഈ ഒരു ഹോട്ടലിൽ. അപ്പൊ നിങ്ങളൊരു നിയന്ത്രണം അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അപ്പൊ ഈ തിരക്കിനിടയിൽ എനിക്ക് തോന്നുന്നത് 1000-ഓളം സ്റ്റാഫ് മറ്റേ തന്നെ ഉണ്ട് കമ്പനിയിലില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനിടയിൽ എങ്ങനെ ഇവിടെ നിങ്ങളെ നോക്കാൻ? ഇതിലിപ്പോ ഞാൻ ഫുഡ് എന്നുള്ള കാര്യം സത്യത്തിൽ ശരിക്കും ആൾക്കാർക്ക് ഇന്ന് കിട്ടിയ ഭക്ഷണം നാളെയും കിട്ടണല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോ പ്രതീക്ഷിച്ച് ഇന്നിപ്പോ ഒരു ഭക്ഷണം കഴിച്ചു വന്നു, അപ്പൊ നാളെ നിങ്ങൾക്ക് അതേ സാധനം കിട്ടാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി എല്ലാ സാധനവും സെറ്റാക്കി വെച്ചേക്കണം. ഇവിടെ നമ്മളിപ്പോ അത് എടുത്തിടുന്നും ചെയ്യുന്ന പണി മാത്രമാണ് എന്തുള്ളൂ നമ്മളെ ഭണ്ഡാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്തു ബാക്കി മുഴുവൻ. പിന്നെ എന്നാലും ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ വരും. അതിന്റെ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ വാങ്ങുന്ന അരി അത് ഒരേ ബ്രാൻഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ എന്താവില്ല, കാലാവസ്ഥ അനുസരിച്ചൊക്കെ ചെയ്തു. അങ്ങനെ ചില വിഷയങ്ങൾ ഇപ്പൊ എന്നാൽ പോലും 90% എന്തുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ഓക്കെ ആക്കിയിട്ടാണ് കൊടുക്കുക. അതിന് ഇവിടുന്ന് കെട്ടിമറി ഞാൻ സമയം കിട്ടും. അതിന് സമയം കിട്ടും തീർച്ചയായും. മോനാണ് കമ്പനിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മോനെ കമ്പനി ഫവാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫവാസ് IIM-ലൊക്കെ പഠിച്ചു എന്നുള്ള ഞാൻ ഇപ്പൊ സംസാരിച്ചപ്പോ ഭയങ്കര ഇഷ്ടമായി. IIM പഠിച്ച ആളല്ലേ? ബിടെക് കഴിഞ്ഞ് ആദ്യം TKM-ലായിരുന്നു ഉണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് അവിടെയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ IIM-ൽ MBA കഴിഞ്ഞു. പിന്നെ ഉപ്പാൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അതെന്നെ വലിയ എക്സ്പീരിയൻസ്. ഞാൻ അന്ന് പഠിച്ചതിനെക്കാട്ടിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എനിക്ക് ബിസിനസ്സിലൂടെ കിട്ടിയത്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ എന്തായാലും കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം സ്കൂളിൻ്റെ ലീവ് വരുന്ന സമയത്ത് ഞാൻ കമ്പനിയിൽ നമ്മളെ വണ്ടിയിൽ പോവും, കച്ചവടം പഠിക്കും. അന്ന് മുതലേ ഇപ്പം ട്രെയിൻഡാണ്. നമ്മളൊക്കെ ട്രെയിൻ ചെയ്യും. അപ്പം അതിന്റെ ചെറിയ ഗുണങ്ങളൊക്കെ നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ കച്ചവടത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കുറവാണല്ലോ. ഞാൻ പറഞ്ഞെന്താരോ ബിഷറോ, ഇവരെന്താ ആദ്യം മുതൽ ഞാൻ എപ്പോഴും ചില ഇവിടുത്തെ പർട്ടിക്കുലർ സംഭവങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഈ ഒരു പാർക്കിങ്, ഈ തീം,
ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതേ അപ്സ്റ്റെയർ ഒന്നും ഉണ്ടാക്കണില്ല, അപ്പുറത്തൊക്കെ ഉണ്ട്. അത് എൻ്റെ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമാണ്. കാരണം അത് അതേപടി നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള സൗകര്യങ്ങൾ ആൾക്കാർ കൂട്ടാൻ പറഞ്ഞപ്പോ എന്തുണ്ടായി, അവിടെ ആ ഭാഗത്ത് ഒരു 20-30 ഇരിക്കുക, അപ്പുറത്തേക്ക് ഒരു 30 ഇരിക്കുക, താഴേക്ക് ഒരു 40. ഇത് വൃത്തിയേടാക്കൂല, ഒന്നും ആക്കൂല, ഒന്നും ആക്കൂല. അതാണ് കിട്ടണം. അതാണ് പിന്നെ റമദാനിന് എല്ലാ റമദാനിനും ഒരു പുതിയ ഹോട്ടലാക്കി ഞങ്ങൾ ഇതിനെ മാറ്റി. ഒരു മാസം ഫുള്ള് കംപ്ലീറ്റ് എന്തുണ്ടാവും ഈ ഇവൻ അടിപൊളി പെയിന്റ് അടക്കം എല്ലാ മെറ്റീരിയലും ഒരാള് റമദാൻ കഴിഞ്ഞ് കയറുന്ന സമയത്ത് ഒരു പുതിയ ഹോട്ടലിൽ കയറുന്ന രൂപത്തിലോട്ട് ഞങ്ങൾ ഒരു വർഷത്തിൽ. ഞാൻ എന്താ അറിയോ, പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ഇവിടുത്തെ ഒരു ഐക്കോറ കറി ഉണ്ട്. അപ്പൊ ഞാനതൊക്കെ ഇപ്പൊ ചോദിച്ചോട്ടോ, ക്യൂരിയോസിറ്റി ഉണ്ട്, എന്നും ഒരേ ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോഴാ പറഞ്ഞത് ഐക്കോറ നല്ലതുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞല്ലോ എന്നോട്. എന്താ 100% അങ്ങനെ തന്നെയാണ്, നല്ലതാണ്. നമ്മൾ ഡെയിലി അതായത് ഇന്നപ്പോലത്തെ ഒരു ഹോട്ടലിൽ ഇത്രയും 40 കിലോമീറ്റർ അപ്പുറം മാറി കോഴിക്കോടേക്ക് 40 മിനിറ്റ് അവിടെ ഫ്രഷ് മാർക്കറ്റ് പോയിട്ട് പുലച്ചക്ക് സുബൈസ് കഴിച്ചിട്ട് ഇവിടുന്ന് ആളെ പറഞ്ഞയക്കാണ്. അത് അവിടുന്ന് ഏറ്റവും യോജ്യമായ സാധനം നമുക്ക് കിട്ടുമെങ്കിൽ മാത്രമാണ്. അല്ലാണ്ട് പല മീനുകളും കിട്ടാണ്ടാകുമ്പോൾ മറ്റൊരു ബദൽ ഓപ്ഷൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്നോട് ചോദിക്കും. മട്ടൻ മന്തി ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ ഉച്ചക്ക് ചോറുള്ള ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. വിഷർ എന്താ പറഞ്ഞ ഇവിടുന്ന് സ്ഥിരമായിട്ട് പുട്ടും പിന്നെ ചിക്കൻ കറി, അതാണ് ഇഷ്ടം. അതാ പറഞ്ഞ അത് നിങ്ങൾ പറയുന്നല്ല, ഇവിടെ വരുന്ന ഓരോ കസ്റ്റമർക്കും ഓരോ ഫുഡിന് ഒരു അഭിപ്രായമാണ്. അതാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ എന്തുണ്ട്, നമ്മളെ ഏറ്റവും ഈ നിലയിൽ തന്നെ നിർത്തുന്നത്. കാരണം ഈ ലൈനിൽ ഞാൻ 13 വർഷം മുമ്പ് ഈ ഹോട്ടൽ തുടങ്ങുമ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ ഇതിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഹോട്ടലും ഇല്ല. ശരിക്കും അതിനുശേഷം ഒരുപാട് ഹോട്ടലുകൾ വന്നു. പക്ഷെ എന്നാൽ പോലും നിങ്ങളിപ്പോൾ കണ്ടില്ല, ഇത്രയും വയനാടിന്റെ ഏറ്റവും ക്ഷീണം പിടിച്ച് നിൽക്കുന്ന ഈ ടൈം, ചുരത്തിലേക്ക് വണ്ടി പോവാൻ തന്നെ ഇറക്കുന്ന ടൈമിൽ പോലും നിങ്ങൾ ഈ വരുന്ന ടൈം എന്താണ്, ഈ ജനങ്ങൾ എന്താണ്, നമ്മളുണ്ടാകുന്ന വിശ്വാസത്തിന് സന്തോഷമാണ്. വീട്ടില് എങ്ങനെയാണോ കൊടുക്കുന്നത് അതേ രീതിയിൽ കൊടുക്കണം നെയ്യത്തിലാണല്ലോ. അത് 100% അതാണ് പാലിക്കപ്പെടുന്നത്. ആയിക്കോട്ടെ, ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അത് നല്ല അല്ല അതെന്റെ ഒരു നെയ്യത്തായിരുന്നു. കാരണം വെച്ചാൽ ഭക്ഷണം ഞാൻ അൽഹംദുലില്ലാ ഭക്ഷണം എല്ലാ ബിസിനസ്സും ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഈ ഭക്ഷണം കൊടുത്തിട്ട് ഒരു റുപ്യ കിട്ടുക എന്നുള്ളതിലപ്പുറം ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു റാഹത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇത് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു നെയ്യത്ത് എൻ്റെ മനസ്സിലുണ്ടായി. സ്ഥിരം കാണുന്നത് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെൽക്കം ചെയ്യാനുള്ളത് മോനാണ് ഇവിടെ കൈകാര്യം ചെയ്യല്. നിങ്ങള് കബീർ. ഒരു പക്ഷേ ബഷീർ ഖാനെ എപ്പോഴും എല്ലാവർക്കും അറിയണ്ടാവും. ബഷീർ ഖാൻ എന്താണ് ഇവനെ രാവിലെ ഹാപ്പി അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് വയനാട് ചുരമൊക്കെ പ്രശ്നങ്ങളൊന്നും? നമുക്ക് വിഷയമൊന്നുമില്ല. നമുക്ക് നമ്മളതായ കസ്റ്റമർ ഉണ്ട്. ചോദിച്ചതാണ് ഇപ്പൊ നമ്മളെ വേറെ ഒരുപാട് ഹോട്ടൽ ഉണ്ടോ എന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരൊറ്റ ഹോട്ടൽ മാത്രമാണ് വൈറ്റ് ഹൗസ് എന്ന പേരിൽ ഒറ്റ ഹോട്ടൽ മാത്രമേ കേരളത്തിലൊന്നേ ഒന്നേ ഉള്ളൂ. ഇനി നാളെ എന്താന്ന് അറിയില്ല. അത് പിന്നെ ചെറിയ അവിടുന്ന് ഇവിടെ ചെറുത് വാല് കൂട്ടി തല കൂട്ടിയൊക്കെ ചിലർ അതുണ്ട് സ്വഭാവം. അത് സംഗീത ഒരു പോയിന്റ് തന്നെ അല്ലേ, ചിലയിടത്ത് അങ്ങനെ കണ്ടിട്ട് ഫവാസ്. ഈ വൈറ്റ് ഹൗസിന് ചില നേരത്തൊക്കെ നമുക്കും വിഷമം ഉണ്ടാവുന്നുണ്ട്. കാരണം ആൾക്കാർ പറയുമ്പോ എന്താ ചില അവിടുന്ന് അവർ നമ്മളിപ്പോ ശരിക്കും പറയണെങ്കിൽ ഞാൻ ദുബായ് പോയാലും അവിടെ എനിക്ക് ഈ വൈറ്റ് ഹൗസിനെ പറ്റി എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഹോട്ടലാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയാണ്. തിരുവനന്തപുരത്ത് നമുക്ക് എത്തുമ്പോൾ ഞാൻ അതിനെക്കാട്ടും മുമ്പ് പറഞ്ഞില്ല, ഞാൻ ബിസിനസ് വേറെയാണ്. ആ ബിസിനസ്സിനെക്കാട്ടും പേര് എനിക്ക് എന്തുണ്ടായിരുന്നു, ഈ ഹോട്ടൽ തുറന്നാറ് വന്നു. പക്ഷെ അതേ കസ്റ്റമറിനെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോട് പോലും ഇതിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂട്ടുകാരോട് പറയും, നിങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ തെറ്റിദ്ധരിച്ചിട്ട് ഈ വൈറ്റ് ഹൗസിൽ നിന്ന് കാണുന്ന വല്ലാക്കി ഇതിലൂടെ കയറിക്കാണ്ട് നമുക്ക് ഭയങ്കര വിഷമായി മാറില്ല. സത്യം പറയുന്നത് അതൊരു വല്ലാത്ത ടെൻഷനാണ്. പറഞ്ഞിട്ട് കാര്യം, കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെ ഇതിൽ ചില അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ അയിമക്ക് എടുത്തിട്ട് കാര്യമില്ല. ഏതായാലും ഇതാണ് നമ്മളെ. അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, വളരെ മികച്ച രീതിയിലുള്ളൊരു കാറ്ററിംഗ് സർവീസും വൈറ്റ് ഹൗസിനുണ്ട്. സീതി ഹാജി ഏതായാലും വലിയ സന്തോഷട്ടാ. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഈ ഒരു നല്ല സംവിധാനവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും. ഞങ്ങൾക്ക് റാത്താട്ടാ, എന്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഹോട്ടല്. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. വാഷ്റൂമിലൊക്കെ ബഷീർക്ക് അല്ലേ, നിങ്ങൾ അവിടെ സ്ഥിരമായിട്ട് ആളുണ്ട്. ഒരാളുടെ ഇറങ്ങിയാൽ ക്ലീൻ ചെയ്യാൻ സ്ഥിരം ഒരു റെസ്റ്റോറന്റ്. അതെ, റെസ്റ്റോറന്റിന് പലപ്പോഴും മുഖച്ഛായ നന്നാവും, പക്ഷെ കിച്ചൺ വാഷ്റൂം നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതൊക്കെ കാണുമ്പോൾ ബിഷറോ അല്ലേ. പക്ഷെ ഇതിലൊക്കെ ഇദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ. താങ്ക് യു, സന്തോഷങ്ങളെ കണ്ട് സന്തോഷം. ഓക്കെ.